കരയാൻ ആളുണ്ടെങ്കിൽ മാനസാന്തരത്തിന് അവസരം കിട്ടും, മടങ്ങി വരവിന് അവസരം കിട്ടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രസംഗപീഠത്തിൽ എനിക്ക് വളരെ ഇഷ്ടമാണ് നല്ല ഉച്ചഭാഷണിയും നല്ല ചൂടുവെള്ളവും. നല്ല ചൂടുവെള്ളവും. ഈ ഗ്ലാസ്സിൽ ചൂടുവെള്ളം ഇവിടെ വന്നിട്ടുണ്ട്, മനോഹരമായി ഗ്ലാസ്സിൽ ഈ ചൂടുവെള്ളം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ പാഴ്സനേജിനാണല്ലോ, ഇവിടെ തന്നെ ആണല്ലോ, പാഴ്സനേജിലൊരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. അടി തീ കത്തുമ്പോഴും അകത്ത് വെള്ളം തിളച്ചു മറിയുമ്പോഴും ആ പാത്രം നിശബ്ദമായത് സഹിച്ചു. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ ഒരു പാത്രം ഏൽപ്പിക്കപ്പെട്ടു. ഒരിക്കലും ആ പാത്രം ഈ സ്റ്റേജിൽ വരില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ അടുക്കളയിലെ അടുക്കള പാത്രങ്ങൾ ഡൈനിങ് ടേബിളിൽ വിശിഷ്ട അതിരുടെ മുമ്പിൽ വരില്ല. അവിടെ എപ്പോഴും വരുന്ന മനോഹര പാത്രങ്ങളാണ്. പക്ഷെ ഇന്ന് രാത്രി ഓർത്തുകൊള്ളണം, ഈ മനോഹര ഗ്ലാസ്സിൽ ഈ വെള്ളം ഇവിടെ വന്നപ്പോൾ ആരും അറിയപ്പെടാത്തൊരു അടുക്കള പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, നിന്റെ കണ്ണുനീരിവിടെ ആരെയും കാണുന്നില്ലെങ്കിലും അനേക മാനപാത്രങ്ങൾ വാർക്കപ്പെടുന്നുണ്ട്, അനേക മാനപാത്രങ്ങൾ ഒരുക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന നിന്നെ ആർക്കും അറിഞ്ഞുകൂടെങ്കിലും അറിയുന്നൊരു സ്വർഗമുണ്ട്. ശക്തിയോടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓ ക്ഷമ റഗനിയ. ഇടിവിൽ നിൽക്കാൻ ആളുണ്ടോ? കരയാൻ ആളുണ്ടോ? ന്യായവിധി താമസിപ്പിക്കപ്പെടും, മാനസാന്തരത്തിന് അവസരം വരും. എല്ലാവരും ശക്തിയോടെ അല്പസമയം, ശക്തിയോടെ എല്ലാ അധരങ്ങളെ ചലിപ്പിച്ച് കൈകളടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. നീ ഇടിവിൽ നിന്നാൽ, നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. തലമുറയ്ക്ക് മാനസാന്തരത്തിന് അവസരം കൊടുക്കും. ഈ മോശയുടെ ഒരു പ്രത്യേകത, ഈ മരുഭൂമിയിൽ വെച്ച് ഈ ജനത്തെ 3 വട്ടം തമ്പുരാൻ പറഞ്ഞു, എന്നെ വിട്, ഞാൻ ഈ ജനത്തെ കൊല്ലും. അപ്പോൾ ഈ മനുഷ്യൻ നെടുമ്പാടി വിട്ട് പറഞ്ഞു, എന്നെ കൊന്നോ, ഇവരെ കൊല്ലരുത്. എനിക്ക് ആ മനുഷ്യൻ്റെ സഹിഷ്ണുത. അവന് നേരെ ഒന്നിച്ചാൾ വരുമ്പോൾ അവൻ കരയും. 25 എണ്ണത്തെ ഒന്നിച്ച് കിട്ടിയാൽ അടിച്ച് താഴെയിടാനുള്ള ഉൾക്കരുത്ത് ശക്തി പ്രാപിച്ച മോശ ദൈവിക പാഠശാലയിലൂടെ കയറി ഇറങ്ങിയപ്പോൾ സൗമ്യനായി മാറി. അവൻ്റെ നേരെ ജനം മുഴുവൻ ചെല്ലുമ്പം കണ്ടത്തടിക്കും മുണ്ടത്തടിയും കൊണ്ട് നിൽക്കില്ല. എന്നെ നോണ്ടിയാൽ ഞാൻ നിന്നെ മാന്തുമെന്ന് പറയില്ല. മനസ്സിലാകുന്നുണ്ടോ? സ്വോത്രം പറയാ, എനിക്ക് പ്രശ്നമൊന്നുമല്ല, അതൊന്നുമല്ല ആത്മീയൻ്റെ ലക്ഷണം. എന്നെ ഒന്ന് ചൊറിഞ്ഞാൽ ഞാൻ നിന്നെ മാന്തും, ഞാൻ നിന്നെ ഞോണ്ടുമെന്ന് പറയുന്നല്ല ആത്മീയൻ. പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, ജനക്കൂട്ടം മുഴുവൻ നിന്റെ നേരെ ആക്രോശിച്ചുകൊണ്ട് വരുമ്പോൾ നെടുമ്പാട് വീണ് കരയുന്നവനാണ് ആത്മീയൻ. എന്നെ വിളിച്ച ദൈവമാണ് ഇതിന് മറുപടി പറയേണ്ടത്, ഞാനല്ല. എന്റെ ദൈവം മറുപടി പറയുമെന്ന് പറയുന്നവനാ ഒരു ഭക്തൻ. ഒന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാത്രി. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? മോശ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് പറഞ്ഞു, ഞാൻ മറുപടി പറഞ്ഞോളാം. എനിക്ക് അതിശയമായി തോന്നുന്നത് 3 വട്ടം തമ്പുരാൻ പറഞ്ഞു, എന്നെ വിട്, ഞാൻ ഈ ജനത്തെ കൊല്ലും, ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം. അപ്പോൾ മോശ പറഞ്ഞു, എന്നെ കൊന്നു, പക്ഷേ ഈ ജനത്തെ കൊല്ലരുത്. കാരണം നീ നീട്ടിയ ഭുജം കൊണ്ട്, നിന്റെ വലത്തിന്റെ കരം കൊണ്ട്, വല്ലഭത്വം കൊണ്ട് വിടുവിച്ച ജനത്തെ നീ കൊന്നുകളയരുത്. ഹല്ലേലൂയ. ഇവർക്കൊരവസരം കൊടുക്കാൻ വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പ്രിസ്പെറ്ററിയുടെ മിടുക്കോ, കൗൺസിലിന്റെ മിടുക്കോ, കമ്മിറ്റി അംഗങ്ങളുടെ കൈമിടുക്കോ കൊണ്ടല്ല ഈ പ്രസ്ഥാനം നിൽക്കാൻ. കാരണം മുണ്ടുമുറുക്കി കൊടുത്ത് കരയുന്ന ഭക്തന്മാരിനകത്തുണ്ട്, പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാരിനകത്തുണ്ട്. അല്ലേ തമ്പുരാൻ എന്ന് ഇതിനെ തകർത്തേനെ. ഒന്നുകൂടെ കൈയടിച്ച് ശക്തിയോടെ സ്തോത്രം പറ. ഇത് തകർക്കാത്തത്, ഇത് മുടിക്കാത്തത് നിന്റെ മിടുക്കല്ല, ഭക്തന്മാരുടെ കണ്ണുനീരാണ്. ഇടിവിൽ നിൽക്കാൻ ആളുണ്ടോ? മധ്യസ്ഥത അണയ്ക്കാൻ ആളുണ്ടോ? ന്യായവിധി താമസിപ്പിക്കപ്പെടും. ഒരു ഭക്തൻ കണ്ട ദർശനം, ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതൻ കയറി വരുന്നു. അപ്പോൾ ഒരു വട്ടം ദൈവമക്കൾ നിന്ന് കരയുന്നു, ദൈവമേ, ഞങ്ങൾ ഇവിടുത്തെ ശമ്പളം പറ്റി ജീവിക്കുക, ഇവനെ തകർക്കരുതേ. ന്യൂയോർക്കിൽ പാവമില്ലാഞ്ഞിട്ടല്ല, ദുബൈയിൽ പാവമില്ലാഞ്ഞിട്ടല്ല, ദോഹയിലും ബോംബെയിലും പാവമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. നന്മ അനുഭവിക്കുന്ന ജനം അവിടെ ഇവിടുന്ന് കരയുന്നുണ്ട്. കൊട്ടാരക്കരയ്ക്ക് വേണ്ടി നീടിവിൽ നിന്നാൽ ഈ നാടിനെ ദൈവം വിടുവിക്കും. നിനക്ക് കഴിയുന്നുണ്ടോ ഇടിവിൽ നിൽക്കാൻ? ആരെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്?
വിജയരോധി കൂടി പോയിട്ട് കാര്യമൊന്നുമില്ല. വല്ലതും മാറ്റം വരുന്നുണ്ടോ? എത്ര പേരുടെ ലിസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, എന്നെ കണ്ണടയും മുമ്പ് എനിക്കവർ യേശുവിനെ അറിയണം. ഞാൻ സേവിക്കുന്ന കർത്താവിനെ അവരറിയണം. ഞാൻ ആരാധിക്കുന്ന ഹോളിൽ അവർ മുട്ടുകുത്തണം. തെക്കേ നാടിലെ തോണ്ടുകളെപ്പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണേ. നീ കരഞ്ഞാൽ, നീ പ്രാർത്ഥിച്ചാൽ അസാധ്യമായ ദൈവം സാധ്യമാക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നല്ലോ. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയാൻ പരിശുദ്ധാത്മ പറയും, നീ പ്രാർത്ഥിച്ചാൽ, നീ കരഞ്ഞാൽ, നിനക്ക് കടന്നിയെല്ലാം കഴിയാത്തിടത്ത് ദൈവത്തിൻ്റെ കരം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. എത്ര പേർക്ക് സ്തോത്രം ശക്തിയോട് പറയാൻ കഴിയും? ഇന്ന് രാത്രി അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചു. ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇവിടെ സ്തോത്രം പറയുമ്പോൾ, ഇവിടെ ഹല്ലേലൂയ പറയുമ്പോൾ, നമുക്ക് കടന്നിയെല്ലാം കഴിയാത്ത ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കരം കടന്നു എന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു എന്ന് ചിലത് ചെയ്തിട്ട് മടങ്ങി വരും. നിനക്ക് കടന്നിയെല്ലാം കഴിയാത്ത ഉന്നത മേടകളിൽ, വൻപന്മാരുടെ വീടുകളിൽ, ദൈവത്തിന്റെ അഭിഷക്ത ദൈവദാസ, നിനക്കെത്താൻ കഴിയാത്തിടങ്ങളിൽ ദൈവത്തിന്റെ കരം കടന്നു എന്ന് ചില ചെയ്തിട്ട് മടങ്ങി വരും. ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് രാത്രി ദൈവമഹത്വം ഈ രാത്രി പന്തൽ ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ അവസാനം. ഏത് നിമിഷം സംഭവിക്കും കേട്ടോ. റെഡിയായിരുന്നോണം. ഇവിടുന്ന് പോയവരൊക്കെ ഇന്ന് പോകുന്നു പറഞ്ഞ് ചിന്തിച്ചവരല്ല. ഇത് പറയാതിരിക്കാൻ ഞാൻ കഴിയില്ല. അൺഎക്സ്പെക്റ്റഡായി ടൈമിൽ ഇവിടുന്ന് പോയി. നമ്മൾ ഒരു ദിവസം പോവും അൺഎക്സ്പെക്റ്റഡായി ടൈമിൽ. അതിനു മുമ്പ് എന്തൊക്കെ ചെയ്തു? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യാത്ര തീരാറായെന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ? കേട്ടില്ല. സന്തോഷം. വീടോടടുത്തെന്ന് കേൾക്കുമ്പം സന്തോഷമാണോ ദുഃഖമാണോ? സന്തോഷം. ചിലർക്ക് ദുഃഖമാണ്. അതിലൊരു ദൂത് ഞാൻ പറയാം. ഈ നിൻ്റെ വീടിനടുക്കുമ്പോൾ നിനക്ക് ദുഃഖം ഉണ്ടാകുന്നതിൻ്റെ അർത്ഥം അങ്ങോട്ട് പോകുന്നതിന് വലിയ സങ്കടമാണ്. ഒരു ദൂത് പറയാം. നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, നിൻ്റെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയാൽ വേഗം മടങ്ങിയെത്താൻ കൊതിക്കുന്നിടമായി നിൻ്റെ വീട് തീരണം. വേറെ ഇടവില്ലാത്തതുകൊണ്ട് വന്നു കയറുന്നല്ല. വീടോടടുക്കുമ്പോഴേ പടപട ഇടിയല്ല. ഭൂമിയിലൊരു സ്വർഗമുണ്ട്, അത് നിൻ്റെ വീടായിരിക്കണം. കയ്യൊക്കെ ആട്ടി സ്വോത്രം പറയാച്ചാ. ഇവിടെ ഞാൻ ചോദിച്ചു, യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ആ ദുഃഖമാണെന്ന് തോന്നില്ല. യാത്ര തീരാറാന്ന് കേൾക്കുമ്പം സന്തോഷം ആർക്കാണെന്നറിയാമോ? യാത്ര ക്ലേശകരമാണെങ്കിൽ യാത്ര തീരാറായെന്ന് കേൾക്കുമ്പോൾ സന്തോഷം. ഞാൻ ഈ പ്രസംഗപീഠത്തിലെല്ലാം ചെല്ലുമ്പം യാത്രികനാണ്. ഈ റോഡിലൂടെ ഇന്നലെ രാത്രി 12:30 മണിക്ക് ഞാൻ പോയി. ചിലപ്പോൾ 2 മണിക്ക് ഇതുവഴി പോകും. ഇന്നലെ കോയിൽ വിള IPC തിരുവനന്തപുരം വെസ്റ്റ് ഈസ്റ്റ് സെൻട്രൽ കൺവെൻഷനായിരുന്നു. ഇന്നലെ ഏതായാലും 1 മണി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. സാധാരണ 2 മണിക്കും ഒക്കെയാണ്. മിനിഞ്ഞാന്ന് തേക്കുതോട് ആന ഇറങ്ങുന്ന 15 കിലോമീറ്റർ കാട്ടിനപ്പുറമാണ്. തിരിച്ചാൽ നേരെ പറഞ്ഞു, പാസ്റ്ററെ പോകുന്നുണ്ടെങ്കിൽ പതുക്കെ പാവള് വണ്ടി ഓടിക്കുന്ന സഹോദരനോട് പറഞ്ഞു, ലൈറ്റ് ഡിം ചെയ്യരുത്. അപ്പോഴേ പോയി. അവർ തന്നെ പേടിപ്പിച്ചു വിടുക. ദയവായി കേൾക്കുന്ന സഹോദരന്മാർ ഒന്നും മിണ്ട. അപ്പം അതിനപ്പുറത്തെ ദിവസം കഴിഞ്ഞ എൻ്റെ ദിവസം അങ്കമാലിയിലായിരുന്നു. ഈ ഇത്രയൊക്കെ ദൂരം യാത്ര ചെയ്തിട്ട് പോറൽ പറ്റാതെ ഈ സ്റ്റേജിൽ കൊണ്ട് നിർത്തുന്ന ദൈവകൃപയ്ക്ക് നന്ദി. ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ട് ഈ തൊണ്ട തുറക്കുമ്പം ശബ്ദം തരുന്ന ദൈവത്തിൻ്റെ കരുണയാ മക്കളെ. അത് സുഖമൊന്നുമല്ല. 7:30 മണിക്കെങ്കിലും എത്തുന്നല്ലോ. വഴിയിലിടാതെയും കൊണ്ടുവന്നല്ലോ. ഒന്നുകൂടെ കൈ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. അപ്പം യാത്ര ക്ലേശം. ഞാൻ ചോദിക്കും, യാത്ര സുഖമാണോ? എൻ്റെ ദൈവമേ, എന്നും യാത്ര ചെയ്യുന്ന എനിക്കെന്നാ യാത്ര സുഖം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മിക്കവാറും മലയാളിയുള്ള രാജ്യത്തെല്ലാം പോയിട്ടുണ്ട്. കൃപയാൽ ഇനി പോകാനും ഇരിക്കുക. ഈ വർഷം തന്നെ പല രാജ്യം എവിടെ മലയാളിയുണ്ടോ കൃപയാൽ ഈ പുസ്തകം കൊണ്ട് അവിടെ എല്ലാം ദൈവനെ അയച്ചു. അപ്പോൾ ഈ ചെല്ലുന്ന ഉടനെ അവിടുന്ന് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ മുതൽ സ്വീകരിക്കാൻ ആളുണ്ട്, ഭക്ഷണം തരാൻ ആളുണ്ട്. എൻ്റെ വീടിനേക്കാൾ നല്ല വീട്ടിലാണ് പാർപ്പിക്കുന്നത്. തിരിച്ച് കയറി വരും വരെ കൊണ്ട് നടക്കും. പക്ഷേ ഞാൻ എപ്പം വിദേശത്ത് ചെന്നാലും എൻ്റെ ചിന്ത എപ്പം വീട്ടിൽ വരാമെന്ന. നിങ്ങൾ അനങ്ങിയില്ലല്ലോ. ഈ കാനഡയിലും അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഞാനിവിടെ പറയും, നിങ്ങളിവിടെ പെർമനൻറ്റ് വീസാക്കാരാ, ഞാനിവിടെ വിസിറ്റിംഗ് വീസാക്കാരനാ. എനിക്ക് എപ്പോഴെൻ്റെ വീട്ടിൽ ചെല്ലാമെന്ന്. സ്തോത്രം കേട്ടില്ല.
യാത്ര ക്ലേശകരമാണെങ്കിൽ എപ്പോഴങ്ങ് ചെല്ലുമെന്ന, എപ്പോൾ ലാൻഡ് ചെയ്യുന്ന. യാത്ര സുഖകരമാണെങ്കിൽ മുമ്പോട്ട് പോട്ടെ. എൻ്റെ ഇളയ മോൻ 10 വയസ്സിൻ്റെ ഡിഫറൻറ്റാണ് മൂത്തവനുമായിട്ട്, മൂത്തമക്കളുമായിട്ട്. അവനെ ഞാൻ ഉള്ളപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ 7 അവന് പ്രസംഗീനൊക്കെ ആയിരുന്നു 7-ാം വയസ്സ്. ഇപ്പം ആൾ പഠിക്കാനൊക്കെ പോയി കാണും. അപ്പം ഞാൻ ഈ വീട്ടിലുള്ളപ്പോൾ ഇവനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ കറക്കുമെന്ന് കുഞ്ഞായിരുന്നപ്പോൾ. ഇന്ന് കറങ്ങിയിട്ട് ഞങ്ങളുടെ വഴി തിരിയുമ്പോൾ അവൻ പറയും മുമ്പോട്ട് പോട്ടെന്ന്. കാരണം പുള്ളിക്ക് ഇതായിരുന്നു കറങ്ങുന്ന അസുഖം. യാത്ര ക്ലേശകരമാണെങ്കിൽ തീരാമെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അതാ നമ്മുടെ പഴയ ഭക്തന്മാരെല്ലാം പാടിയതെല്ലാം അങ്ങെല്ലുന്ന കാര്യമായിരുന്നു, അല്ലേ ചാലേ? അവിടെ യാത്ര ക്ലേശകരമായിരുന്നു. എനിക്ക് പാടാനൊക്കെ തോന്നുന്നുണ്ട്, സാരമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ യാത്രികനാണ്. തിരുവനന്തപുരം കൺവെൻഷൻ കഴിഞ്ഞ് കൊല്ലത്ത് വഴിയാണ് പോകുന്നതെങ്കിൽ കൊല്ലം എത്തുമ്പോൾ വണ്ടി ഓടിക്കുന്ന സഹോദരനോട് ഞാൻ പറയും, ഇനി 1 മണിക്കൂർ എന്തിനാ വീട്ടിൽ തന്നെ. ഈ വഴിയാണ് പോകുന്നെങ്കിൽ അടൂരെത്തും പറയും ഇനി 40 മിനിറ്റ്. എന്തിനാ? മക്കളെ എന്നെ ശ്രദ്ധിച്ചിരുന്നോണം, ഞാൻ എല്ലാവരും നോക്കിക്കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ഇതിനിടയിൽ ഒരുത്തൻ ഉറങ്ങിയാൽ എനിക്കറിയാം. കാഹളനാദത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നീ ഉറങ്ങിയാൽ കറങ്ങത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഉറങ്ങി താഴെ വീണാലും എഴുന്നേറ്റ് വരുമ്പോൾ 2 സ്തോത്രം കൊണ്ടേ വരത്തുള്ളൂ. സൂത്രത്തിൽ 2 സ്തോത്രം. അത് കേൾക്കുമ്പോൾ അറിയണം അമ്മച്ചി 3-ാം സ്വർഗത്തോടെ എടുത്തിട്ട് വരികയാണ്. എല്ലാവരും കൈ ഉയർത്തി സ്തോത്രശക്തിയോട് പറഞ്ഞേ. കായംകുളം എടുക്കുമ്പോൾ ഞാൻ പറയും 2 മിനിറ്റ്. എന്തിനാ? വീട്ടിൽ ചെല്ല. പക്ഷേ ഈ 2 മിനിറ്റ് 1 മിനിറ്റാണ്. വീട്ടിലെത്താൻ എത്ര മിനിറ്റ് മതി? അതും വിലയേറിയതാണ്. മനസ്സിലാക്കി തരാം. നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമിറങ്ങിയ ഒരു കുടുംബം ഞങ്ങളുടെ പട്ടണം കായംകുളത്തെത്തി. ഇവിടുന്ന് കറ്റാനം എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ 7 കിലോമീറ്ററേ ഉള്ളൂ, 8 കിലോമീറ്റർ അങ്ങേയറ്റം. ഹൈവേ തിരിയുമ്പം വിളിച്ച് പറഞ്ഞ് ഇന്നടത്തെത്തി, കാപ്പി കിട്ടോ? കാപ്പി ഇടാൻ അമ്മ അടുക്കളയിൽ കയറി. അടുത്ത ഫോൺ കോൾ വന്നു, ഒരു ആക്സിഡൻറ്റിൽ 3 പേര് തീർന്നു. 2 മിനിറ്റ് 1 മിനിറ്റാ. ഞങ്ങൾ ഈ റോഡിലൂടെ പോകുമ്പോൾ ഒത്തിരി ആക്സിഡൻറ്റുകൾ കാണും രാത്രിയിൽ. ഹെൽമെറ്റിനകത്ത് തലയോട് പൊട്ടിയും തലച്ചോറ് കിടന്നൊക്കെ പിള്ളേരെ കാണും. കാർ ആക്സിഡൻറ്റുകൾ. ഓരോ ആക്സിഡൻറ്റും നിനക്ക് തരുന്നൊരു സന്ദേശമുണ്ട്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ ചെല്ലാം. ഞാൻ പറയുന്നത് ദൂത് മനസ്സിലാകുന്നുണ്ടോ? പ്രസംഗികൻ വീണു, പ്രവാചകൻ തകർന്നു, അവർ വീണു ഇവർ വീണു എന്ന് പറഞ്ഞ് നീ നിൽക്കുമ്പോൾ ഓർത്തോണം, ഈ വീഴ്ച നിനക്ക് തരുന്ന മുന്നറിയിപ്പ്. സൂക്ഷിച്ച് യാത്ര ചെയ്താൽ നിനക്ക് വീട്ടിൽ ചെല്ലാം. നമ്മളെക്കാൾ ശക്തരുമൊക്കെ വീണുകൊണ്ടിരിക്കുക. അവരുടെ വീഴ്ച ആഘോഷിക്കാനല്ല, നീ സൂക്ഷിച്ച് യാത്ര ചെയ്തു. യാത്ര ക്ലേശകരമാണെങ്കിൽ അങ്ങി എന്നാ മതി എന്നാ. അന്നൊക്കെ ഭക്തന്മാർക്ക് എപ്പോൾ അങ്ങിയല്ലോ എന്നായിരുന്നു. അത് ക്ലേശകരമായിരുന്നു യാത്ര. ഇപ്പം സുഖകരമായി. എല്ലാം പറയാൻ നേരമില്ല. ഈ യാത്ര ക്ലേശകരമായിരിക്കാമെങ്കിൽ അങ്ങ് ചെല്ലണമെന്ന് ആഗ്രഹം വരും. മിസ്രൈം സുഖമാണ്, പിന്നെ കനാനാത്തിനാ? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ചെന്നപ്പം തമ്പുരാൻ പറഞ്ഞു 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ട്. ആ ഇഷ്ടികത്തൂളെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ആഗ്രഹം എന്നങ്ങ് ചെല്ലാമെന്ന. പക്ഷേ ചിറ്റുള്ളിയൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പം അവർ കൂടാരക്കുറ്റി ആഞ്ഞടിച്ചു. ഇനി ഇവിടെ തന്നെ കിടന്നാൽ മതിയെന്നായിരുന്നു. അപ്പം ദൈവം തമ്പുരാൻ എന്താണെന്നറിയാമോ? യോസഫിനെ അറിയാത്തൊരു ഫറവോനെ എഴുന്നേൽപ്പിച്ചു. ആടി തുടങ്ങിയപ്പോൾ അവർ പാടി, എൻ്റെ ദേശം ഇവിടെയല്ല. ഈ അഹങ്കാരമൊക്കെ കാരണം എന്താണെന്നറിയാമോ? അടി കിട്ടാത്തോണ്ടാ. നീ ഒത്തിരി അഹങ്കരിക്കരുത്. ആത്മീയ ലോകത്തോട് ഞാൻ പറയാ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ദൈവം ചിലരെ നിനക്ക് വിരോധമായി എഴുന്നേൽപ്പിച്ച് അടി ആരംഭിക്കും. എങ്ങനെ ഇത്ര അഹങ്കരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലല്ലോ. വടക്കേണ്ടിയിലൊക്കെ വെട്ടി നുറുക്കുക. കഴിഞ്ഞ ദിവസം കണ്ടില്ല, 28 എണ്ണത്തെ നിരത്തി നൈജീരിയയിൽ നിർത്തിയിട്ട് വെടിവെച്ച് അങ്ങ് വീഴ്ത്തുക. എല്ലാ സമൃദ്ധിയുടെയും നടുവിൽ നീ അഹങ്കരിക്കരുത്. വീടോടടുത്തു എന്ന് കേൾക്കുമ്പോൾ നിനക്ക് സന്തോഷമില്ലെങ്കിൽ അതിന്റെ അർത്ഥം
ആ വീടിനെ കുറിച്ച് അറിയേണ്ടതുപോലെ നീ അറിഞ്ഞിട്ടില്ല. ഞാൻ കൂടെ പറയും, ഈ പ്രപഞ്ചം എത്ര മനോഹരമാണ്, എത്ര സുന്ദരമാണ്. പക്ഷേ ഈ പ്രപഞ്ച ശില്പിയായവൻ തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ഒരു വീട് ഉണ്ടാക്കാനല്ല, ഒരുക്കാൻ പോയി. പ്രപഞ്ചത്തിൻ്റെ ശില്പി കഴിഞ്ഞ 20 നൂറ്റാണ്ടായി തൻ്റെ ചങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ആ നവ്യഗേഹം എത്രയോ മനോജ്ജമായിരിക്കും. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. കൈയടിച്ചോ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. എല്ലാവരും കൈയടിച്ചേ. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. കണ്ടാലും ഗ്രഹിച്ചിടാം, നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? അവനിടം വിട്ടു ശരീരബദ്ധനായി ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ. ലോകേ അലഞ്ഞാലും ഞാനൻ വീടോടടുക്കുമേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹരഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം. കണ്ടാലും തേച്ചിടാൻ, നിത്യമായി വാണിടാം. കണ്ടാനന്ദിച്ചിടാം, നിത്യമായി വാണിടാം. എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? എന്നാത്മാവു വാഞ്ചിക്കുന്നേ ഞാൻ എന്നു ചേരുമോ? എത്രവർക്ക് പ്രത്യാശയുണ്ട്? എന്നാൽ തീർന്നു ഞാൻ നിത്യമായി എന്നാൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. പാടി. എന്നാൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. മന്നവനേശുവിനു കൂടെ കുഴപ്പിക്കല്ല. മന്നവനാമേശുവിനോടു കൂടെ വാണിടും. ഞാൻ ഈ ആ സ്റ്റാൻസ് ഒന്ന് പാടാം. അതിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ് നിങ്ങൾ പാടണം. എന്താ? എന്നാൽ തീർന്നു ഞാൻ. ശക്തിയോടെ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ, പ്രത്യാശ ഉണ്ടെങ്കിൽ. എന്നാൽ തീർന്നു ഞാൻ. എന്നാൽ തീർന്നു ഞാൻ. എന്നാൽ തീർന്നു ഞാൻ. 100-ാം സങ്കീർത്തനം വരെ പരാതി പറച്ചില്ല, പരിദേവനമാ. 100-ാം സങ്കീർത്തനം കഴിഞ്ഞാൽ ഹല്ലൽ ഗീതങ്ങളാണ്. പിന്നെ പരാതിയില്ല, പരിഭവനമില്ല. ഇതാണ് പ്രത്യാശ. തൻ്റെ ഇടമുണ്ടോ പറയാൻ? എന്നല്ലൽ തീർന്നു ഞാൻ ഹല്ലേലൂയ പാടും. നല്ലവനാമൻ്റെ കർത്താവിനോട് കൂടെ ഞാൻ വാഴും. ഭാവികാലം ഓർക്കുമ്പോൾ നിനക്ക് ഞെട്ടലല്ല, നിനക്ക് സന്തോഷമുണ്ടാണ്. ഈ പാട്ടൊക്കെ കേൾക്കുമ്പം ഉള്ളിലൊരു കുതിപ്പുണ്ടോ? ഈ മരണം, ശവടൊക്കെ, ശവമഞ്ച, ഇതൊക്കെ കേൾക്കുമ്പോൾ പേടിയാ. എല്ലാവർക്കും പേടി മരണമെന്നൊക്കെ കേൾക്കും. പക്ഷെ ഇതുപോലൊരു പാട്ട് പാടി നോക്കണം, ഇളകും അല്ലേ? അല്ലേ? ഇതൊന്നും നേരമില്ലാത്തില്ല. പ്രത്യാശയോട് ഗാനം പാടുമ്പോൾ അവൻ അറിയാതെ കൈയടിച്ച് ആരാധിക്കാൻ തുടങ്ങും. കാരണം എന്താണെന്നറിയാമോ? ഈ അകത്തിരിക്കുന്നവൻ അങ്ങ് എല്ലാനുള്ള ആഗ്രഹമാണ്. ഒന്നുകിൽ ജീവാവസാനം അല്ലെങ്കിൽ ലോകാവസാനം. ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് അറ്റ് ടൈം. ചില വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ നമ്മുടെ ഒരു ചർച്ചിൽ ഒരു റിട്രീറ്റിന് എനിക്ക് സബ്ജക്റ്റ് തന്നത് സമയമടുത്തു എന്നുള്ളതായിരുന്നു. സമയമടുത്തു, നൗ ഈസ് ദ ടൈം. ഞാനിവിടെ പ്രസംഗിക്കാൻ ആരംഭിച്ചു. 3 ദിവസം അവരോടൊപ്പം താമസിച്ച് പെൻസിൽവാനിയയിൽ. കർത്താവ് പറഞ്ഞ് ദൂത് എൻ്റെ ജനത്തിന് കൈമാറണം. ഞാനൊരു പുസ്തകം എഴുതി, നിങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സമയമെടുത്തു, ഇപ്പോഴില്ല എൻ്റെ സമയമെടുത്തു. 30 കാര്യങ്ങൾ നാം എന്ത് ചെയ്യണം, ചെയ്യാതിരിക്കണം, സഭ അറിയണം.
അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, കുറിച്ചെടുക്കാൻ എടുത്തു വാക്യമെങ്കിലും. 2 രാജാക്കന്മാർ 5:26, 2 Kings chapter 5:26. വായിച്ച മോനെ. അതിന് അവൻ, ആ പുരുഷൻ രഥത്തിൽ നിന്ന് ഇറങ്ങി നിന്നെ എതിരേറ്റപ്പോൾ എന്റെ ഹൃദയം നിന്നോടുകൂടെ പോന്നിരുന്നില്ലയോ? ദ്രവ്യം സമ്പാദിപ്പാനും വസ്ത്രം, ഒലിവുതോട്ടം, മുന്തിരിത്തോട്ടം, ആടുമാടുകൾ, ദാസീദാസന്മാർ എന്നിവ മേടിപ്പാനും ഇതാകുന്നുവോ സമയം? ഒന്ന്, ഇപ്പോൾ ഇതിനോ സമയം. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട് ഉറക്കെ അതിനോട് ഇപ്പം പറ. ഇപ്പോൾ, അയ്യോ ഒന്ന് ഉറക്കം പറ. ഇപ്പോൾ ഇതിനോ. ഒന്ന്, ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ചോദിക്കണം, ഇപ്പോൾ ഇതിനോ സമയം. ഇപ്പം വഴക്കുണ്ടാക്കാനാണോ സമയം? ഇപ്പോൾ പിണങ്ങിയിരിക്കാനാണോ സമയം? ഇപ്പം അടിയുണ്ടാക്കാനാണോ സമയം? സഭായോഗത്തിൽ ബഹളം ഉണ്ടാക്കാനാണോ സമയം? ഇപ്പോൾ ഇതിനോ സമയം. ഒരു ബസ്സിൽ ഒരു അമ്മച്ചി ഒരു പെങ്കൊച്ചി ഞാൻ യാത്ര ചെയ്യാണ്. അവിടെ തൊട്ടപ്പുറത്തൊരു സീറ്റ് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വന്ന് കയറി. അമ്മച്ചിയുടെ ഒരു ബാഗും ഉണ്ട്. അമ്മച്ചി ആ ബാഗും അവിടെ വെച്ച് അമ്മച്ചിയും കയറിയിരുന്നു. എന്നിട്ട് ഈ പെങ്കൊച്ചിനെ അങ്ങ് ചിത്തിക്കുക, കുറേ നേരം കൊണ്ട് വെളിയിൽ തെള്ളു കൊള്ളുക. ഒരു മനുഷ്യൻ ചോദിച്ചു, കൊച്ച എന്തിനൊക്കെ ആ തള്ളയോട് പറയരുതോ ബാഗ് താഴെ വെച്ച് മര്യാദക്കിരിക്കാൻ? ഉടനെ ഈ പെങ്കൊച്ച് പറഞ്ഞു, ഞാനിതിൽ യാത്രക്കാരിയാണ്, ഈ അമ്മയും യാത്രക്കാരിയാണ്. ഞങ്ങൾ തമ്മി എത്ര നേരം ഈ ബസ്സിനുണ്ടെന്നറിയില്ല. ഒന്നീ ഞാൻ ആദ്യം ഇറങ്ങും, അല്ലെ അമ്മ ഇറങ്ങും. ആരാദ്യം ഇറങ്ങുന്നതെന്ന് അവർ അറിയില്ല. ഞങ്ങൾ തമ്മിൽ ഇതിനകത്ത് അല്പം മിനിറ്റേ ഉള്ളൂ. ആ സമയം വഴക്കുണ്ടാക്കാനുള്ളതാണോ? നിന്റെ അപ്പൻ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ അമ്മ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ ഭാര്യ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? ഭർത്താവ് എത്ര നാളുണ്ടെന്നറിയാമോ? മക്കളെ, പപ്പ മമ്മി എത്ര നാളുണ്ടെന്നറിയാമോ? നിന്റെ പാസ്റ്റർ നിന്റെ കൂടെ എത്ര നാളുണ്ടെന്നറിയാമോ? ഈ അല്പനാൾ വഴക്കുണ്ടാക്കരുത്, സമാധാനം തകർക്കരുത്, സ്വസ്ഥത കളയരുത്. എല്ലാവർക്കും ഇവിടെയൊക്കെ ഇരിക്കുന്നവർക്കറിയാം. ഞാൻ അമേരിക്കയിൽ പോളിയോഗിച്ചോടൊപ്പം ബിസിന കോൺഫറൻസിൽ പ്രസംഗിക്കുമ്പോൾ എൻ്റെ മമ്മി എന്നോട് യാത്ര ചോദിക്കാതെ പോയി. എത്ര നാളുണ്ടെന്നറിയാമോ മക്കളെ? വേദനിപ്പിക്കരുത്, സങ്കടപ്പെടുത്തരുത്. കഴിയുന്നിടത്തോളം എല്ലാവർക്കും സമാധാനം കൊടു. എപ്പോഴും ചോദിച്ചോണം, ഇതാണോ സമയം? ഒരു ഭാര്യയും ഭർത്താവും വലിയ സ്നേഹമായിരുന്നു. ദൈവാത്മാവ് ഇങ്ങനായി നടത്തുന്നു. പക്ഷെ അവർ തമ്മിൽ ഇടയ്ക്കൊരു വഴക്കുണ്ടായി. ഒത്തിരി സ്നേഹമുള്ളവരായതുകൊണ്ട് ആരാദ്യം മിണ്ടുവന്നായിരുന്നു. ഭർത്താവും മിണ്ടിയില്ല, ഭാര്യയും മിണ്ടത്തില്ല. ആരാദ്യം മിണ്ടും. ദിവസങ്ങൾ നീണ്ടു. ഭാര്യയൊക്കെ നടക്കുന്നുണ്ട്. ഒരു ദിവസം രാവിലെ ഭർത്താവ് ഓഫീസിൽ പോയി. അന്നും മിണ്ടിയില്ല, എല്ലാം എടുത്തുകൊണ്ട് അയാൾ പോയി. അവിടെ ഇരിക്കുമ്പോൾ കാർഡിയാക് അറസ്റ്റ് വന്ന് താഴെ വീണു. പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഒരു കാറ് ഹോസ്പിറ്റലിലേക്ക് പോയി, ഒരു കാറ് നേട്ടി വീഴ് വന്നു. ഭാര്യയോട് പറഞ്ഞു, ഭർത്താവിനെ കാർഡിയാക് അറസ്റ്റ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കയറ്റി അവളെയും കൊണ്ടുപോയി. അങ്ങി എന്നപ്പോഴേ ആള് പോയി. നീ മിണ്ടില്ലേ? നീ മിണ്ടില്ലേ? നീ മിണ്ടണ്ടാലോ. പക വെച്ചുകൊണ്ടിരിക്കരുത്, കോപം വെച്ചുകൊണ്ടിരിക്കരുത്, പിണക്കം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ രാത്രി നിരപ്പാകാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. ഇതൊന്നും ആരും പ്രസംഗിക്കില്ല, ഇളക്കത്തേ ഉള്ളൂ. ക്ഷമ ചോദിക്കാൻ സമയം കിട്ടിയില്ലെന്ന് വരും, നിരപ്പാകാൻ സമയം കിട്ടിയില്ലെന്ന് വരും. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. ശക്തിയോടെ കൈ ഉയർത്തിയുടെ സഹോദരം എന്ന് പറഞ്ഞു. ഇപ്പൊ ഇതിനാണോ സമയം? ഈ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, നമ്മൾ കയറിയിരുന്ന് കഴിയുമ്പോൾ
എയർ ഹോസ്റ്റസോ ഒക്കെ മുമ്പിൽ വന്നിട്ട് കൈക്കറി കാണിച്ച് പല കാര്യം പറയും. ഒരു ദിവസം 5 വട്ടം കയറിയാൽ കേട്ടേക്കത്തുള്ളൂ. അത് അവർ പറയുന്നതെന്നറിയാമോ? ഈ പ്ലെയിൻ ആകാശത്തോട് പോകുമ്പോൾ ഓക്സിജൻ നഷ്ടപ്പെടാം, അപ്പോൾ ഓക്സിജൻ മാക്സ് വീഴും, നിങ്ങൾ മൂക്കിൽ വെച്ച് വലിച്ചു വേണം. അടിയന്തരമായി ചിലപ്പോൾ ലാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒന്നും കാണരുത്, അടിയന്തരമായുള്ള ഓപ്പൺ ആകും. അപ്പോൾ അതിൽ കൂടെ ഷൂ ഒന്ന് നിരങ്ങി ഇറങ്ങണം, പെട്ടിയെടുക്കാൻ പാടില്ല, ബ്രീഫ് കേസ് എടുക്കരുത്. അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ $50,000 ഉണ്ടെങ്കിലും എടുക്കാനൊക്കത്തില്ല, ചാടിക്കോണം. ഇനി ഇത് കടലില്ല മണ്ടയ്ക്കാ മിക്കാറും വീഴുന്നത്. അപ്പം ലൈഫ് ജാക്കറ്റ് ഉണ്ട്, അത് പൊളയെന്നിടണം, അത് ഫൂ എന്ന് ഊതി വീർപ്പിക്കണം, ലൈറ്റ് കത്തിക്കണം, ഷൂ എന്ന് വിഷിലടിക്കണം എന്നൊക്കെ പറയും. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം എനിക്കത് താഴോട്ട് പോയാൽ പിന്നെ പോക്കാം, പിന്നെ വിഷിലൂത്തും നടക്കത്തില്ല, ലൈറ്റ് അടിയിലും നടക്കും. ഓരോ ടേക്ക് ഓഫും ഓരോ ലാൻഡിങ്ങും ദൈവകൃപയാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, അടിയന്തര ലാൻഡിങ്ങിൽ നിരങ്ങി ഇറങ്ങിക്കോണം എല്ലാം ഇട്ടിട്ട്. ഇതൊരു കപ്പൽ പോകുകയാണ്, കപ്പൽ കൂട്ടിമുട്ടി. കപ്പലിൽ ലൈഫ് ബോട്ടുകളാണ്. അപ്പം ജാക്കറ്റ് ഇട്ടോ ലൈഫ് ബോട്ടിൽ പോകണം. ക്യാപ്റ്റൻ മുന്നറിയിപ്പ് നൽകി, ഇതാ നമ്മുടെ കപ്പൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞു, കപ്പൽ മുങ്ങാൻ പോകുന്നു, ഈ ലോകമാൻ കപ്പൽ മുങ്ങാൻ പോവാ, ഓടിക്കറിക്കോ ലൈഫ് ബോട്ടിൽ, എല്ലാവരും ഓടിക്കയറുക, ലഗേജ് ഒന്നും എടുക്കരുത്, വെറും കയ്യായി ഓടിക്കയറിക്കോണം. എല്ലാവരും ഓടിക്കയറാൻ തുടങ്ങി. ഡോളറും ചെക്കും പൗണ്ടും സ്വർണവും പെട്ടിയെല്ലാം ഇട്ടിട്ട് എല്ലാവരും ഓടുമ്പം ഒരുത്തനാ കപ്പലിൽ നടന്ന് ഈ ആളുകൾ ഇട്ടിട്ട് പോയതെല്ലാം വാരിക്കൂട്ടുക, സ്വർണവും വെള്ളിയെല്ലാം. അതിനോട് നിനക്ക് രക്ഷപ്പെടണ്ടായോടാ? അവൻ പറയാച്ചാ, എൻ്റെ ആയുസിൽ ഇതുവരെ ഇത്രയും സ്വർണവും വെള്ളിയും കണ്ടിട്ടില്ല, ഡോളറും കണ്ടിട്ടില്ല, ഇതിൻ്റെ ഇടയ്ക്കിടം ചത്താലും വേണ്ടില്ലെന്ന്. ചേട്ടാ പരക്കം പായച്ചിൽ കണ്ട ഇതിനിടയ്ക്കിടം ചത്താലും വേണ്ടില്ലെന്ന്. ദൈവം തമ്പുരാൻ തരുന്ന അനുഭവിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കാഹളനാദം കേൾക്കുമ്പോൾ മോളോട്ട് കുതിക്കുവാൻ നിനക്കിത് തടസ്സമാകരുത്. സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടുന്ന് കുതിക്കണം, തയ്യാറായിക്കോണം. ഇപ്പോൾ ഇതിനാ സമയം. 2 കുറിച്ചോ വായിക്കണമെന്നില്ല. ഉൽപ്പത്തി 30:30 ഞാൻ സ്വന്തം നാടിനു വേണ്ടി ഞാൻ എപ്പോൾ കരുതും. ഞാൻ മുമ്പ് അപ്പം ഉണ്ടായിരുന്നതൊക്കെ പറഞ്ഞിട്ട് യാക്കോബ് പറയാം, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും. ഒന്ന് പറഞ്ഞേ ദൈവമക്കളെ, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി, ഉറക്കെ പറ, എൻ്റെ സ്വന്തം നാടിനു വേണ്ടി എപ്പോൾ കരുതും. ഇതല്ല സ്വന്തം നാട്, അവിടെ എത്തിയിട്ടില്ല. ആ രാജ്യത്തിന് വേണ്ടി എന്ന് കരുതും. അത്രയേ ഉള്ളൂ. കർത്താവ് ചോദിക്കും, ഇനി എന്നാ സുവിശേഷ വേല ചെയ്യുന്നേ? ഇനി എന്നാ ആത്മാക്കളെ നേടുന്നേ? ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി കരുതുന്നത്? 50 വർഷം കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 80% ഇല്ല. 100 വർഷം കഴിഞ്ഞാൽ ആരുമില്ല, അത്രയൊന്നും പോകത്തില്ല. ഇനി എന്നാ സുവിശേഷ വില ചെയ്യുന്നത്? നിങ്ങൾക്ക് ഇച്ചിരി പേടി ഉണ്ടാക്കുന്നൊരു കാര്യം ഞാൻ പറയാൻ പോവാ. പേടി വന്നാലും മാനസാന്തരപ്പെട്ടാൽ മതി. ഉള്ള കാര്യം പറയണ്ടേ വാസു? അതായത് മനുഷ്യൻ്റെ ആയുസ് 70 ഏറെയായാൽ 80. എല്ലാവരും ഒരു സ്തോത്രം പറഞ്ഞ് ഉറക്കെ വന്നു, പേടിയൊക്കെ മാറട്ടെ. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസമാണുള്ളത്. നിങ്ങൾ 80 വയസ്സ് വരെ ഇവിടെ ജീവിക്കുമെങ്കിൽ നിങ്ങൾക്കിനി എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ പോവാ ഭൂമിയിൽ? 10 തുടങ്ങാം. നിങ്ങൾക്ക് 10 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഭൂമിയിൽ 25,500 ദിവസം കൂടെ ഉള്ളൂ. 80 വയസ്സ് വരെ ഉണ്ടേല കേട്ടോ. നിങ്ങൾക്ക് 20 വയസ്സായെങ്കിൽ നിങ്ങൾക്കിനി ഇവിടെ 21,900 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 30 വയസ്സായെങ്കിൽ ഇനി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് 18,250 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 40 വയസ്സായെങ്കിൽ ഇനി നിങ്ങൾക്ക് ഈ ഭൂമിയിൽ 14,600 ദിവസമേ ഉള്ളൂ. ബാക്കി വായിക്കണോ? എന്തായാലും വായിച്ചു തുടങ്ങിയില്ലേ? ഞാൻ പേടിപ്പിച്ചാലും വായിക്കുക. നിങ്ങൾക്ക് 50 വയസ്സായെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഇനിയും 10,950 ദിവസമേ ഉള്ളൂ. നിങ്ങൾക്ക് 60 വയസ്സായെങ്കിൽ ഈ ഭൂമിയിൽ 7,300 ദിവസം കൂടെ ഉള്ളൂ. 80 വരെ ഉണ്ടേല. നിങ്ങൾക്ക് 70 വയസ്സായെങ്കിൽ 3,650 ദിവസം കൂടെ ഉള്ളൂ. അത് മൊത്തം കുഴമ്പ് എണ്ണയുമാണ്.
നിങ്ങൾക്ക് 80 വയസ്സായെങ്കിൽ ദൈവം നിങ്ങൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി എന്നാ ജീവിതയുടെ വിലയില്ലേ? ഇനി എന്നാ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നേ? ഒരു ചെറുക്കനും അമ്മ ജംഗ്ഷനിൽ പോയി വന്നപ്പോൾ ഒരു നല്ല ഹൽവ വാങ്ങിക്കൊണ്ട് വന്നു. എന്നിട്ട് മുറിച്ച് അവന് കൊടുത്തൊരു കഷ്ണം. ഈ കൊച്ചൻ ഹലുവ ഒന്ന് കടിക്കും കരയും, ഹലുവ ഒന്ന് കടിക്കും കരയും, കടിക്കും കരയും. അമ്മ വന്ന് ചോദിച്ചു, കൊച്ചനെ നീ നല്ല ഹലുവ തിന്നിട്ട് എന്തിനാടാ കരയുന്നേ? ഉടനെ അവൻ പറഞ്ഞപ്പോൾ അമ്മമ്മേ ഹലുവ മധുരമുള്ളതാ, ടേസ്റ്റ് ഉള്ളതാ, പക്ഷെ കടിക്കും തോറും തീരുക. കടിക്കും തോറും ഓരോ ഞായറാഴ്ച വരുമ്പോഴും കടിച്ച് തീർക്കുക. ഇവിടുത്തെ ദൂരം കൂടുകയും അവിടുത്തെ ദൂരം കുറയുകയും ചെയ്യാം. അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകെ വലഞ്ഞലഞ്ഞ് ഞാൻ വീടോടെടുക്കും. ഇനിയും സ്വന്തം നാടിനു വേണ്ടിയപ്പോൾ കരുതും. ഇത് പ്രസംഗിച്ചില്ലേ പിന്നെ? പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല, പ്രത്യാശയോട് മരിക്കാനും പഠിക്കണം, പഠിപ്പിക്കണം വിശ്വാസിയെ. കാരണം അൺഎക്സ്പെക്റ്റഡാണ് എന്ത് സംഭവിക്കും. നമ്മൾ ഇവിടുത്തേക്കാരല്ല. ഈ ഇരിക്കുന്ന സത്യമെങ്കിൽ ഇതുപോലെ സത്യമാണ് നിത്യത. കൈ ഉയർത്തി കൈ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. അടുത്തത് നമ്മൾ എല്ലാം പറയാൻ നേരമില്ല. നിങ്ങൾ ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ചവണ്ണം ചെയ്യുന്ന പോലെ നിങ്ങൾ ചെയ്യരുത്. വായിക്ക് പാസ്റ്റർ മോനെ, ആവർത്തന പുസ്തകം 12:8. നാം ഇന്നിവിടെ കേട്ടോ നാം ഇന്നിവിടെ ഓരോരുത്തൻ താൻ ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ കാരണം വായിച്ച മോനെ, കാരണം നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിലും നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല. സ്വതന്ത്രം പറയാൻ കഴിയുമോ? അവിടെ ഇതുവരെ എത്തിയില്ല. നമ്മുടെ വാഗ്ദത്ത ദേശം അമേരിക്കയല്ല, ഇംഗ്ലണ്ട് അല്ല, ഇറ്റലി അല്ല, ഫ്രാൻസ് അല്ല, ജർമ്മനി അല്ല. നാം അവിടെ വരെ ഇതുവരെ എത്തിയിട്ടില്ല. അവിടേക്കുള്ള യാത്രയിലാണ് നാം. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തൻ താൻ ബോധിച്ചവണ്ണം ചെയ്യുന്ന പോലെ നീ ചെയ്യരുത്. അവൻ 4 കെട്ട് നീ ചെയ്യരുത്. അവൻ ആണിനെ കെട്ട് നീ ചെയ്യരുത്. അവൻ പെണ്ണിനെ കെട്ട് നീ ചെയ്യരുത്. പെണ്ണും നടക്കും, നീ ചെയ്യരുത്. കാരണം നീ ഇവിടുത്തുകാരനല്ല. നീ ഇവിടെ കൂടെ ഇന്ന് പാസ് ചെയ്യുന്നു. ഒലിഗ്രാം പറഞ്ഞു, ഞാൻ ഇവിടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതേ ഉള്ളൂ, ഞാൻ ഇവിടുത്തുകാരനല്ല. പിന്നെന്ത് ചെയ്യണം? ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ലൂക്കോസ് സുവിശേഷം 17:32 ഒരു വാർണിംഗ് ആണ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ പറഞ്ഞേ? ലോത്തിന്റെ ഭാര്യയെ, അതായത് ഭക്തനായ മിസ്റ്റർ ലോത്തിന്റെ വീട്ടിൽ പാർത്ത മിസ്സിസ് ലോത്ത് ഭക്തയാണെന്ന് ചിന്തിച്ചു എല്ലാവരും. പക്ഷെ കൊടിയൊഴിപ്പിക്കലിന് കാഹളം ധ്വനിച്ചപ്പോഴാണ് ആരാന്ന് മനസ്സിലായത്. ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചപ്പോൾ ഇങ്ങനെ എഴുതി, ഭാര്യയെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭർത്താവിൻ്റെയും ഭർത്താവിനെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന ഭാര്യയുടെയും അപ്പനെ അമ്മയും കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന മക്കളുടെയും പാസ്റ്ററെ കളിപ്പിച്ച് ഭക്തി അഭിനയിക്കുന്ന വിശ്വാസിയുടെയും പുറം മൂടികൾ കാഹളനാദത്തിങ്കൽ അഴിഞ്ഞു വീഴും. ഭക്തിയുടെ അഭിനയമല്ല നമുക്ക് ആവശ്യം, ഭക്തിയുടെ അനുഭവമാണ് ആവശ്യം. കുഞ്ഞെ, പലരെ ഇവിടെ കളിപ്പിക്കാം, ദൈവത്തെ കളിപ്പിക്കാനൊക്കില്ല. കാഹളനാദം കേൾക്കുമ്പോൾ ഇവിടുന്ന് പൊങ്ങണോ? ഇവിടെ എഴുതി ജീവിത വിശുദ്ധ ഭക്തിയും, നമ്മളെത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായിരിക്കണം. അടുത്തൊരു പദം എഴുതിയത്, ഓരോണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെയാകരുത്. ഇബ്രായ ലേഖനം 12 അഭക്തനാകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളയരുത് മക്കളെ. വിശന്ന് കയറി ഏശാവ് വന്നപ്പോൾ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കളിപ്പീരുകാരൻ യാക്കോബ്. അവൻ പറഞ്ഞു, നിന്റെ പായസം തരിക. അവൻ പറഞ്ഞൊക്കില്ല, തരാം, നിന്റെ ജ്യേഷ്ഠാവകാശം എനിക്ക്. ഉടനെ അവൻ പറഞ്ഞ പണി കേൾക്കണോ? ഈ ജ്യേഷ്ഠാവകാശം എനിക്ക്, ദൈവദാസന്മാരോടൊപ്പം നിന്നാട്ടെ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക്
അവൻ ചോദിക്കും, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ഞാൻ ഇപ്പം വിശപ്പ് താങ്ങും. എന്താ ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? കുടുംബം, ഗോത്രം എന്നിവയുടെ ഭരണം, കുടുംബസ്വത്തിൽ ഇരട്ടിപ്പങ്ക്, മശിഹാ ജനനം. അതായത് ആരിൽ ജ്യേഷ്ഠാവകാശം ഇരിക്കുന്നോ അവൻ്റെ വീട്ടിലാണ് മശിഹാ ജനിക്കാൻ പോകുന്നത്. യേശു ക്രിസ്തുവിൻ്റെ വല്യപ്പച്ചനാകാനുള്ള ഭാഗ്യമാ ഒരു കപ്പ് പായസം വിറ്റ് തുളച്ചത്. മക്കളെ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഒരു പെണ്ണിനെ കിട്ടാൻ, ഒരു ചെറുക്കനെ കെട്ടാൻ, ഒരു കുപ്പി മദ്യത്തിന്, ഒരു സിഗരറ്റിന്, കഞ്ചാവിന്, കറപ്പിന് നിന്റെ നിത്യത കളയരുത്. മണ്ണെ പ്രതി മാണിക്യം വെടിയരുത്. താൽക്കാലികമായ നിത്യത കളയരുത്. ഒരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി നീ ക്രൂശിക്കരുത് യേശുവിനെ. ഇതാണ് അന്ത്യകാല സുവിശേഷം. ദൈവസഭയെ അപമാനിക്കരുത്. മക്കളെ, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം നൽകിയ പ്രാണപ്രിയന്റെ സ്നേഹത്തെ നീ തിരസ്കരിക്കരുത്. സ്തോത്രം, സ്തോത്രം. പിന്നെ എഴുതിയിരിക്കുന്ന ശക്തിയെ പുതുക്കുക. യഹോവയെ കാത്തിരിക്കുന്നവർ, അവിടെ എഴുതിയിരിക്കുന്ന യൗവനക്കാർ, ബാല്യക്കാർ തളർന്നു പോകും, യൗവനക്കാർ എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവിടെ തുടക്കം കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ക്ഷീണിച്ചു പോകാൻ നടക്കും, തളർന്നു പോകാതെ ഓടും. ആ വാക്യം ഞാൻ തിരിച്ചെടുക്കുക. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും, അവൻ ക്ഷീണിച്ചു പോകാതെ ആദ്യം എന്ത് ചെയ്യും? നടക്കും, തളർന്നു പോകാതെ ഓടും, അവസാനം അവൻ വാന വിരവിലേക്ക് പറന്നുയരും. യഹോവയെ കാത്തിരുന്നവൻ നടന്നു തുടങ്ങി. പഴയ നിയമം മുഴുവൻ നടപ്പിനെ കുറിച്ച് പറഞ്ഞു. നടപ്പിനെ കുറിച്ച് ഞാനൊക്കെ ദൈവത്തോടുകൂടെ നടന്നു. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കരുത്. എന്നാൽ പുതിയ നിയമത്തിൽ നടപ്പ് മാറി ഓട്ടമായി. ആകയാൽ സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം. അപ്പം നടപ്പ് കഴിഞ്ഞ്, ഓട്ടം കഴിഞ്ഞ് ഇനി ഒരു പറക്കൽ ശേഷിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം എയർപോർട്ടിൽ, കൊച്ചി എയർപോർട്ടിൽ ചെന്നാൽ യാത്ര ചെയ്യുന്നവർക്കറിയാം, ഈ ലഗേജ് എല്ലാം കയറ്റി ആളെയും കയറ്റിയിട്ട് റൺവേയിലൂടെ പതുക്കെ ഇത് നിരങ്ങി നീങ്ങും. അതാ നടപ്പ്. നിരങ്ങി 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 നീങ്ങും. കുറച്ച് ഈ നിരക്ക് നീക്കൽ കഴിഞ്ഞൊരു പാച്ചിലായി മാറും. കുറേ കഴിയുമ്പോൾ ഈ പാച്ചിൽ ഒരു പറക്കലായി മാറും. അതിന് വേണ്ട ഇന്ധനം സംഭരിച്ചോണം, ശക്തി സംഭരിച്ചോണം. മറ്റൊരു കാര്യം പറഞ്ഞിട്ട് സ്തോത്രം, അതായത് സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നത് ഉപായത്താൽ ചതിക്കപ്പെടരുത്. ഇബ്രായ ലേഖനത്തിൽ പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യയാകുവാൻ വാഗ്നിശ്ചയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിനുള്ള ഏകാഗ്രത എന്നിട്ട് വഷളായി പോകരുത്. സാത്താൻ നിങ്ങൾ ഉപായത്താൽ ചതിക്കരുത്. ഇതിനകത്ത് വന്ന രക്ഷിക്കപ്പെടാത്തതോട് ഞാൻ പറയാം, രക്ഷിക്കപ്പെട്ടില്ലേലും കുഴപ്പമില്ല, സ്നാനപ്പെട്ടില്ലേലും കുഴപ്പമില്ല, വേർപെട്ടില്ലേലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സാത്താൻ നിങ്ങളെ ചതിക്കരുത്. യേശു 30-ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേറ്റു. യേശു സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ നല്ലൊരു മാതൃക കാണിക്കുകയായിരുന്നു. യോഹന്നാൻ യോർദാൻ നദിയിൽ യേശു ഇറങ്ങി. ഞാൻ യോർദാൻ നദിയിൽ പോയിട്ടുണ്ട്, അതിന് തീരത്ത് നിന്നിട്ടുണ്ട്. അവിടുത്തെ കലക്കവെള്ളം ഞാൻ കണ്ടിട്ടുണ്ട്. ആ കലക്കവെള്ളത്തിൽ യേശു ഇറങ്ങി സ്നാനപ്പെട്ട നിന്നേക്കാൾ പാപിയായിട്ടല്ല, നീ അനുഗമിപ്പാൻ മാതൃക കാണിക്കുകയായിരുന്നു. രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടണം. രക്ഷിക്കപ്പെട്ടവനാണ്, പാപത്തിന് മരിച്ചവനാണ് കുടിച്ചിടേണ്ടത്. അവൻ വേർപാണ്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. കർത്താവ് വരാറായി. മറ്റൊരു വരവ് എഴുതിയിരിക്കുന്നത്, മനോഹര ദേശത്തെ നിരസിക്കരുത്. മനോഹര ദേശത്തെ അവർ നിരസിച്ചു. അടുത്തത് ഒരു വാദം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. വായിച്ചാട്ട് ദേവദാസ, ഉൽപ്പത്തി പുസ്തകം വായിച്ചോ? ഞാൻ കുറിച്ചെന്ന വാക്യം വായിച്ചാട്ട് 35-ാം അധ്യായത്തിലെ 16-ാം വാക്യം മുതൽ വായിച്ചാട്ട്. അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാത്തിയിൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി. അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സൂതികർമ്മിണികൾ അവളോട്, ഭയപ്പെടേണ്ട, ഇതൊരു മകനായിരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൾ മരിച്ചുപോയി. ജീവൻ പോകുന്ന സമയം അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അവന്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു. റാഹേൽ മരിച്ചിട്ട് അവളെ ബേത്ലഹേം എന്ന എഫ്രാത്തിൽ പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു. ബേത്ലഹേം എഫ്രാത്തയിലേക്ക് ഇറങ്ങി വരാം. അവിടെ എത്താൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ മരിച്ചു. വഴിയിൽ അവളെ അടക്കി. ഇന്ന് രാത്രി എൻ്റെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ വീടോടടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. ഫിനിഷിംഗ് പോയിന്റിൽ ട്രാക്ക് തെറ്റരുത്. പഠിക്കൽ കുടമുടക്കരുത്. അങ്ങിയല്ലണം. ദൈവം നമ്മെ വിളിച്ചേ അതിനു വേണ്ടിയാണ്. നമ്മുടെ കർത്താവ് വരാറായി. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ അവൻ്റെ വാഗ്ദത്തം നിറവേറുന്നില്ല.
ചിലരുടെ മാനസാന്തരപ്പെടാൻ ഇച്ഛിച്ചവൻ ദീർഘക്ഷമ കാണിക്കുക. കഴിഞ്ഞ വർഷം കർത്താവ് വന്നിരുന്നാൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല. ഈ കൺവെൻഷൻ ലാസ്റ്റ് ചാൻസാണ്. രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കർത്താവിനായി വേർതിരിയാത്ത ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും ജീവിത വിശുദ്ധി സൂക്ഷിക്കാത്തവരുണ്ടോ? ഈ രാത്രി ഏൽപ്പിക്കപ്പെടണം. നമുക്കെല്ലാം ദിവസം എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. സമയം പോയി. എല്ലാവർക്കും എഴുന്നേൽക്കാം. യേശു മടങ്ങി വരാറായി. കാഹളം ധ്വനിക്കാറായി. വിശുദ്ധന്മാർ ഉയർക്കാറായി. ഈ പാട്ടിന് 2 സ്റ്റാൻസ പാടി നിർത്തണം. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ആരാധിക്കാൻ പോവുകയാണ്. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാനാ? കാത്തുപാർക്കുന്നുണ്ടോ നാമും ചേർന്നിടുവാൻ? ആനന്ദകരം നീട്ടിയേറ്റം പുഞ്ചിരി തൂകി, ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി, വിളിച്ചിടുന്നു പോകാം നമുക്ക്, വിളിച്ചിടുന്നു പോകാം നമുക്ക്. എന്താ പാടിയത്? നമ്മൾ പാടാൻ പോകാം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ട് നാമം ചേരുവാൻ. എങ്ങനെ ആനന്ദക്കരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ഒരബദ്ധ പ്രസ്താവനകൾ ചിലർ എടുക്കുന്നുണ്ട്. അങ്ങി എന്ന ആരെയും തിരിച്ചറിയത്തില്ലെന്ന്. പൗലോസിനെ തിരിച്ചറിയില്ലേ? പൗലോസ് പറഞ്ഞ ആ ദിവസത്തിൽ കർത്താവ് എനിക്ക് തരും. എനിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷത്തിൽ പ്രിയം വെച്ച് ഏവർക്കും ഉള്ളത്. സ്തെഫാനോസിനെ തിരിച്ചറിയില്ലേ? ഭീമോനസിനെ തിരിച്ചറിയില്ലേ? പിന്നെന്തുവാ? തിരിച്ചറിയും. പക്ഷെ ബന്ധത്തിൻ്റെ ഫീലിങ്സ് ഇല്ല ഇവിടെ. നമ്മൾ തിരിച്ചറിയും നമ്മുടെ കർത്താവിനെ, വിശുദ്ധന്മാരെ എല്ലാവരും തിരിച്ചറിയും. അതല്ലേ നമ്മുടെ പ്രതീക്ഷ. ഞാൻ ഈ പ്രഭാഷണം അവസാനിക്കുമ്പോൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 21 എഴുതിയിരിക്കുന്നു, ഇതാ മനുഷ്യരുടെ ദൈവത്തിന് കൂടാരം. ദൈവം താൻ പറഞ്ഞ ദൈവമക്കളെ, ദൈവം താൻ അവരുടെ ദൈവമായിരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് ഇനിയും മരണമുണ്ടാകില്ല, ഇനിയും ദുഃഖമുണ്ടാകില്ല. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, സ്വർഗത്തിലും കണ്ണുനീരാണോ? ഇവിടെയും കണ്ണുനീരുണ്ട്. അവിടെ ചെന്നപ്പോൾ കണ്ണുനീരെന്നാ? നിങ്ങൾക്കറിയാമോ, എയർപോർട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ യാത്രയാക്കുന്നവരാണ്. ഇപ്പോഴാണ് പിള്ളേരെ കാണാൻ മിക്കവാറും. ഇന്ന് നമ്മുടെ ഡാലിച്ചാൻ്റെ മോൾ എന്നെ സിംഗപ്പൂരിൽ വിളിച്ച് ഞാൻ പറഞ്ഞില്ലേ ഈ യോഗത്തിന് വരുന്ന കാര്യം. അങ്ങനെ ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ പല രാജ്യങ്ങളുണ്ട്, അമേരിക്കയിലും ഒക്കെ. ഇപ്പം കാണാം, പക്ഷേ പണ്ട് കാണാൻ കഴിയില്ല. 4-5 വർഷം കഴിയുമ്പോഴാണ് വരുന്നത്. എയർപോർട്ടിലെല്ലാം കണ്ണുനീര് വീഴുന്നടവാണ്. റെയിൽവേ സ്റ്റേഷനൊക്കെ എയർപോർട്ടിൽ കണ്ണുനീരാണ്. യാത്ര അയക്കുന്നവരെ കൈലേസ് കൊണ്ട് കണ്ണുനീരൊപ്പി കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത്. എന്നാൽ ചില അവസരങ്ങളിൽ, മിക്ക അവസരങ്ങളിലും സ്വീകരിക്കാൻ നിൽക്കുന്നവർ കരയുന്ന കാണാം. ഇല്ലേ? മോളിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ, മോനിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അപ്പൻ്റെ കണ്ണ് നിറയും, അമ്മയുടെ കണ്ണ് നിറയും. ഈ മോളെ കണ്ടതിൻ്റെ സങ്കടമല്ല, ആ കണ്ണുനീരിൻ്റെ പേരാണ് ആനന്ദത്തിൻ്റെ കണ്ണുനീർ. 2 വർഷം കാണാതിരുന്നവനെ കാണുമ്പം കണ്ണ് നിറയുമെങ്കിൽ 10 വർഷം മുമ്പ് നീ യാത്രയാക്കി നിൻ്റെ അപ്പനെ, അമ്മയെ, ദൈവദാസനെ കാണുമ്പോൾ എത്ര സന്തോഷമായിരിക്കില്ലേ? ഈ കണ്ണുനീരെന്തെന്ന് ഞാൻ പറയാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമുക്കായി മുറിഞ്ഞവനെ, പാട്ടുകാരൻ പറഞ്ഞ എനിക്കിഷ്ടമാണ്, കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. എനിക്കായി തകർന്നവനെ കാണുമ്പോൾ ഞാൻ കരഞ്ഞിടും. യേശു കർത്താവിനെ കാണുമ്പോൾ ഒരു ദൈവവേദന ഒന്നും പറയാനില്ല, അവൻ്റെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞു. യേശുവിനോടുള്ള സ്നേഹമുണ്ട്. അപ്പോൾ യേശു കർത്താവ് അവനെ മാർവോട് ചേർന്നു. എൻ്റെ വിശ്വാസം ഞാനങ്ങ് പറയും, യേശുവിൻ്റെ മാർവിൽ അമർന്നിരിക്കുന്ന ദൈവവേദൻ്റെ കണ്ണ് നിറയുമ്പോൾ ഇങ്ങോട്ട് നോക്കിയോ, അവൻ ഈ കൈ കൊണ്ട് തുടച്ചു മാറ്റും. ആ തുടച്ചു മാറ്റുമ്പോഴേ, കണ്ണുനീര് തുടയ്ക്കുമ്പോഴേ, കണ്ണുനീര് വരുന്നൊരു കണ്ണുനീര് ഗ്രന്ഥിയുണ്ട്, അതുകൂടെ തുടച്ചം കളയും. ഇനി ദുഃഖമുണ്ടാകില്ല, ഇനി മരണമുണ്ടാകില്ല, മുറവിളിയും കണ്ണുനീരും ഉണ്ടാകില്ല. നാം കർത്താവിനോടൊപ്പം വാഴും. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം ഇത് വിശ്വസിക്കും. അങ്ങെത്തണം കേട്ടോ, കണ്ണടച്ച് പ്രാർത്ഥിക്കാം. അങ്ങെത്തണം. ചുമ്മാ അതൊരു പ്രസംഗം കേട്ട് പോകല്ലേ മക്കളെ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ യേശുവിനെ കാണണം, എനിക്ക് അങ്ങ് ചെല്ലണം. എപ്പോൾ എൻ്റെ കർത്താവ് വിളിച്ചാലും മരണമോ
കാഹളം ധ്വനിക്കുന്ന സമയമായിരുന്നു. അതിനായി എന്നെ സമർപ്പിക്കുന്നു. യേശുവേ, എന്നെ ഒന്നുകൂടെ കഴുകണേ, എന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട്, എന്നെ കഴുകണമേ, എന്നെ കഴുകണമേ. എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ യേശുവപ്പച്ചനെ കാണണം, എനിക്ക് അങ്ങത്തണം. എന്നെ ഏൽപ്പിക്കുന്ന സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. പ്രാർത്ഥിക്കാൻ പോകുകയാണ്. പിതാവേ, സ്വർഗ്ഗപിതാവേ, നിന്റെ ജനത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അടിയനെ സമർപ്പിക്കുന്നു, ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാണപ്പാ. അങ്ങ് വന്നേരും വരെയും അവിടുത്തെ മുഖത്ത് നോക്കി ഓടാൻ ഞങ്ങൾ ഒരുക്കണം. ഞങ്ങൾ ഓടിയത് അധ്വാനിച്ചു മൃതാവാകരുത്. നിന്റെ ജനത്തിന്മേൽ നിന്റെ കൈ ഇപ്പോൾ വെക്കുന്നോർത്ത് സ്തോത്രം. നിന്റെ ശക്തിയുടെ കരം പകരുന്നോർത്ത് സ്തോത്രം. ഞങ്ങളെ ശക്തീകരിക്കണം. നമ്മുടെ കരം തൊട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈകൾ താഴ്ത്തിയിടാം. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. മറ്റു ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. അതിന് മുമ്പൊരു ചോദ്യം. എല്ലാ കണ്ണും അടച്ചിരുന്നാട്ട്. ഇവിടെ വന്നിരിക്കുന്ന ഏറിയ പങ്ക് രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടൊരു സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളോ പ്രായമായവരോ? കുഞ്ഞുങ്ങളെ ഞാൻ ചെയ്യുന്ന ഏജ് ഒക്കെ ഉണ്ട്. വലിച്ച് 12 വയസ്സ് കഴിഞ്ഞാൽ തിരിച്ചറിവിൻ്റെ പ്രായമാണ്. അതിന് മുമ്പുള്ള, അതിനുശേഷമുള്ള ചെറുപ്പക്കാർ. രക്ഷിക്കപ്പെട്ടിന് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ? നിനക്കൊരവസരം തന്നില്ലെന്ന് വരരുത്. സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. കർത്താവിനോട് ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മരണത്തിന് മുമ്പ്, അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഇന്ന് രാത്രി സ്നാനപ്പെടാൻ വേണ്ടിയല്ല, എൻ്റെ മരണത്തിന് മുമ്പ്, അല്ല എൻ്റെ യേശുവിൻ്റെ വരവിന് മുമ്പ് ദൈവം ഒരവസരം നൽകിയാൽ ഞാൻ സ്നാനപ്പെടും. തടസ്സങ്ങൾ മാറാൻ കർത്താവിൻ്റെ ദാസനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നന്നായി കൈ ഉയർത്തിപ്പിടിക്കണം. എന്നാൽ എനിക്ക് കാണാൻ കഴിയും. ഞാൻ സ്നാനം സത്യമാണെന്ന് എനിക്കറിയാം. യേശുവിടെ ചേരുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തടസ്സം മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായി കരമുയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ദൈവത്തിൻ്റെ കരം നമ്മെ സ്പർശിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. മക്കളെ നന്നായി കൈ ഉയർത്തിപ്പിടി. ഈ പ്രായത്തിലാണ് യേശുവിന് വേണ്ടി നിൽക്കേണ്ടത്. ആ കൈ നന്നായി ഉയർത്തിപ്പിടിക്കൂ. കർത്താവ് നിങ്ങളെ കാണട്ടെ. ആ പെൺകുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം ഇന്ന് രാത്രി സന്തോഷിക്കുക. ആ കരത്തെ, ആ ചെറുപ്പക്കാരനെ അങ്ങ് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്. നിങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, അവിടുത്തെ കൽപ്പന അനുസരിപ്പാൻ മനസ്സുണ്ടായിട്ടും കഴിയാത്തവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. അങ്ങ് ജലത്തിൽ സാക്ഷിച്ച് വേർപാടിൻ്റെ വിശുദ്ധി ആരാധിപ്പാതിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ കൃപ നൽകണം. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ ദൈവജനം ഒന്നിച്ച് കൈ ഉയർത്തി ഒരു ആർപ്പിട്ടാട്ട് ഹല്ലേലൂയ പറഞ്ഞാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചെറുപ്പക്കാർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ വളരെ സ്തുതിക്കണം. ദൈവാത്മാവിടെ ഉള്ളിൽ പ്രേരണ കൊടുത്തിട്ടാണ്. ഞാൻ ഈ കഴിഞ്ഞ സമയത്ത് ഓസ്ട്രേലിയയിൽ, അവർക്ക് കാണുന്നുണ്ടായിരിക്കും, പ്രസംഗിക്കാൻ ചെന്ന ഒരു സഭയിലെ 13 കുഞ്ഞുങ്ങൾ അവിടെ നൃത്തമായിരുന്നു. സ്നാനപ്പെടാൻ സമർപ്പിച്ചു. ഏറ്റവും അധികം സന്തോഷിക്കേണ്ടത് അവിടെയാണ്. അടുത്ത പടി ദൈവസഭ ചെയ്തോളൂ. ഇന്ന് രാത്രി 2 കാര്യങ്ങൾ കൂടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ എത്ര നാൾ ഈ ഭൂമിയിലുണ്ടെന്ന് അറിയില്ല. അത്ര നാൾ യേശുവിനെ ഉയർത്താൻ നീ തയ്യാറാണോ? കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ അറിയാവുന്ന വാക്കുകളിൽ എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ ഉയർത്തണം, എൻ്റെ കർത്താവിനെ കുറിച്ച് 10 പേരോട് പറയണം. അതിനായി സമർപ്പിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഔഷമ കൈ ഉയർത്തിപ്പിടിച്ചോ. കർത്താവേ, നിൻ്റെ വേല ചെയ്യാൻ എന്നെ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ വചനം പറയാൻ, സുവിശേഷം പറയാൻ നാവിൻ്റെ കെട്ടൊക്കെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് രാത്രി നിന്റെ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനം സുവിശേഷം പറയാൻ വാതുറക്കുമ്പോൾ അവിടെ വായിൽ നീ വചനം നൽകണമേ. അവർ കൈ നീട്ടുമ്പോൾ സൗഖ്യം വ്യാപരിക്കണമേ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുമാറണമേ. അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ജനത്തെ ഒരുക്കിയാട്ട് കർത്താവേ, ദൈവദാസന്മാരെ മാത്രമല്ല ശക്തിയേറിയ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെല്ലാം ഒരുക്കണം. നിന്റെ കരം തൊടുന്നോർത്ത് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈ താഴ്ത്തിയിടാം. രോഗികളായിരിക്കുന്നവർ കരം ഉയർത്തിപ്പിടിക്കാം. കടഭാരമുള്ളവർ കൈ ഉയർത്താം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യം കരം ഉയർത്താം. ഞാൻ രോഗിയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗസൗഖ്യം ആവശ്യമുള്ളവർ കരം ഉയർത്താം. ഏത് രോഗമാകട്ടെ നന്നായി കൈ ഉയർത്തിപ്പിടിച്ചാട്ട്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗപിതാവേ, വിവിധ വിഷയങ്ങൾക്കായി പ്രാർത്ഥന ആവശ്യപ്പെട്ട് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി ഇങ്ങനെ സ്തുതിക്കുന്നു. നിന്റെ ജനത്തിന്റെ വേദന, രോഗം എനിക്കറിഞ്ഞുകൂടെ അങ്ങയ്ക്കറിയാം. നിങ്ങൾ ഭൂമിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ അഴിക്കപ്പെടുമെന്ന പ്രകാരം അഭിഷക്തനായ അടിയൻ നാസറേയനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ. രോഗാത്മാവെ വിട്ടുമാറുക, ദോഷ്ടാത്മാവെ വിട്ടുമാറുക, അന്ധകാര വ്യാപാരമെ വിട്ടുമാറുക. നിന്റെ കരുതലിന്റെ കരം, വിടുതലിന്റെ കരം ഇപ്പോൾ നീട്ടപ്പെടട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കൈ